നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഉച്ചക്കലേക്ക് ഒരു പുതിയ കറിയാണ് വെക്കണത്. ചീര കൊണ്ടാണ് ഈ കറി വെക്കുന്നത്. നമ്മൾ ചീര കൊണ്ട് സാധാരണ തോരൻ വെക്കാറുണ്ട്, പിന്നെ പരിപ്പിട്ടിട്ട് ഇങ്ങനെ ചീരക്കറി വെക്കാറുണ്ട്. അതുകൂടാതെ ഇന്ന് വെക്കുന്ന ഒരു സ്പെഷ്യലായിട്ടാണ് കേട്ടോ. അടിപൊളി കറിയാണ്, നോക്കൂ കേട്ടോ, ഉണ്ടാക്കാം. അത് മുള്ളൻ ചീരയാണെങ്കിൽ ഏറ്റവും സൂപ്പർ. കുപ്പച്ചീര എന്നൊക്കെ പറയില്ലേ, കമ്മട്ടിച്ചീര എന്നൊക്കെ പറയില്ലേ, അതും നല്ലത് തന്നെയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ പച്ചച്ചീരയാണ് കേട്ടോ. കണ്ടോ, നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് ഞാൻ കൊണ്ടുവച്ചിരിക്കുന്നതാണ്. നമുക്കത് എടുത്തിട്ട് ചെറുതായിട്ട് അരിയാം കേട്ടോ. അപ്പോൾ ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, കുറച്ചിട്ട് നമുക്ക് ചെറുതാക്കി അരിയാം കേട്ടോ. കുഞ്ഞാക്കിയിട്ട് അരിയാം. തണ്ടൊക്കെ കട്ടിയുള്ള തണ്ടൊക്കെ മാറ്റി വയ്ക്കാം. നമുക്ക് ചീര അത് അവിയലിടാം, അതുപോലെ തന്നെ ചീരത്തണ്ട് കൊണ്ട് പുളിങ്കറി ഉണ്ടാക്കാം, അതൊക്കെ ചെയ്യാം. തൽക്കാലം നമുക്ക് നല്ല ഇലകൾ മാത്രം എടുത്താൽ മതി. അതിൻ്റെ തൊട്ടടുത്തുള്ള തണ്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അരിയാണ്, കുഞ്ഞാക്കി അരിയാണ് കേട്ടോ. എന്താ ഇപ്പോൾ ഫുള്ളരിഞ്ഞു കേട്ടോ. കുഞ്ഞാക്കിയിട്ടാണ് അരിഞ്ഞിരിക്കണത്. ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണ കറിയുടെ പേര് പാൽച്ചീര എന്നാണ്. പാൽച്ചീര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്, പാൽച്ചീര എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കുണ്ടാക്കാം. ചീര അരിഞ്ഞ് വെച്ചു. ഇനി അതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ: കുറച്ച് ചുമന്നുള്ളി, ഒരു 10-15 ചുമന്നുള്ളി നന്നാക്കിയിട്ട് ഇതുപോലെ ചെറുതാക്കി വെച്ചു. അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക് അരിഞ്ഞ് ഇതുപോലെ നീളത്തിൽ കീറിയിട്ട് മുറിച്ച് വെച്ചു. ഈ ചട്ടിയിലാണ് കേട്ടോ, മൺചട്ടിയിലാണ് നമ്മൾ വെക്കണത്. അപ്പം കറികൾ വെക്കുമ്പോൾ മൺചട്ടി നല്ലതാണല്ലോ. മൺചട്ടിയിലേക്ക് ഇത് ഫുള്ളായിട്ട് ഇടാം. ഇനി ഈ നുറുക്കി വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ചേർക്കുകയാണ്. മഞ്ഞപ്പൊടി വേണ്ട, മുളക് പൊടിയും വേണ്ട, ഇത്ര മതി. ഇനി ഇത്തിരി ഉപ്പിടണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിലേക്കൊരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇപ്പോൾ എല്ലായി. ചീര, ഉപ്പ്, മുളക്, ഉള്ളി അത്ര മതി കേട്ടോ. ഇനി നമുക്ക് തീ കത്തിച്ചു, അടുപ്പത്ത് വെച്ചു. ഇനി ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചു. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം കേട്ടോ. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞു. ഉള്ളിയൊക്കെ വാടി, ഇലയും വാടി, എല്ലാം വാടിയിട്ടുള്ളൂ കേട്ടോ. ഉണങ്ങി എന്തോന്ന് പറയാറായിട്ടില്ല. ഒന്ന് ഇളക്കിയിടാം. പിന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ. വറ്റുമ്പോൾ നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവും, വെള്ളവും വറ്റും. മുളക് ഒക്കെ ഇത്ര എരിവുള്ള മുളകാണ് കേട്ടോ ഇത്, വേറെ മുളകിന് ആവശ്യമില്ല. ഒന്നും കൂടി ഇതിലേക്ക് ചേർത്ത് ഒതുക്കി വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി അടച്ചു വയ്ക്കാം. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടിയും തുറക്കാം കേട്ടോ. തുറന്നു. ഇപ്പം നോക്കൂ, നന്നായിട്ട് വെന്തുണ്ട് അല്ലേ? കണ്ടോ, ഒരുവിധം വെന്തുണ്ട്. ഇനി കാര്യം നമുക്ക് പതുക്കെ ഒന്ന് ഉടയ്ക്കാം കേട്ടോ. ഈ കയ്യിലുകൊണ്ട് തന്നെ ഇതൊന്ന് കുത്തി ഉടയ്ക്കാം. നമുക്ക് ഉടച്ച് ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇത് ചാലിച്ച് പോലെ എടുക്കുമ്പോൾ നല്ല രസമുണ്ടായിരിക്കും. ഉള്ളിയുടെ ടേസ്റ്റും പച്ചമുളകിൻ്റെ ടേസ്റ്റൊക്കെ വരും. കുറച്ച് നേരം കൊണ്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് തുറന്നപ്പോൾ നോക്കൂ, ഇത് ബെസ്റ്റായിട്ടേ. ഈ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, ഉള്ളി വെന്തു ബെസ്റ്റായിട്ട്. ഉള്ളിയും വെന്തു, മുളകും വെന്തു, ചീരയും വെന്തു കേട്ടോ. നന്നായിട്ട് ഇത് ഉടയ്ക്കുക, കുത്തി ഉടയ്ക്കുക, കുത്തി ഉടയ്ക്കുക. ഉണ്ടാക്കിയിട്ടില്ലേ? ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ, നല്ലതാണ്. നിങ്ങളുടെ വീട്ടിൽ ചീരയില്ലേ? അപ്പോൾ ഉണ്ടാക്കാമല്ലോ. നോക്കൂ, ചീരയ്ക്ക് അത്ര വിലയൊന്നുമില്ല, നമ്മുടെ മുറ്റത്ത് ഇഷ്ടം പോലെ ഉണ്ടാവണതല്ലേ. ഇപ്പം ബെസ്റ്റായിട്ട് ഉടച്ചു കേട്ടോ എല്ലാതും. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കേണ്ടത് നാളികേരം പാലാണ്. ഫസ്റ്റ് പാൽ തെമ്പാലാണ് കേട്ടോ. ഞാൻ ഒരു മുറി നാളികേരത്തിൻ്റെ പാല്
ഇത്തിരി വെള്ളം തളിച്ചിട്ട് അരച്ച് പിഴിഞ്ഞെടുത്ത പാലാണ് കേട്ടോ, അധികം വെള്ളം ഇല്ല. അപ്പോൾ നോക്കൂ, ഒഴിച്ചു. അടിപൊളിയാട്ടാ, സൂപ്പറാ. കഴിഞ്ഞു പണി കേട്ടോ, അത്രേ ഉള്ളൂ. അധികം നേരം ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചട്ടിക്ക് ചൂടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി പ്രത്യേകം തിളപ്പിക്കണ്ട, ഓഫാക്കി. ഇനി നമുക്കതിലേക്ക് ഒരു കറിവേപ്പില ഊരിയിട്ടിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. കറിവേപ്പില ഊരിയിട്ട്, കറിവേപ്പിലയുടെ മണം നല്ല മണമല്ലേ, അതിൽ കൂടെ പ്ലസ് ഇത്തിരി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. അടിപൊളിയല്ലേ, എന്ത് വേഗം പണി കഴിഞ്ഞു. തിളക്കര കണ്ടോ, ആ ചട്ടിയുടെ ഗുണം കേട്ടോ. അടച്ചു വയ്ക്കാം, ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. സ്വാദിഷ്ടമായ പാൽച്ചീര റെഡി. ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇപ്പം എത്ര പെട്ടെന്ന് നമ്മുടെ പണി കഴിഞ്ഞു അല്ലേ. വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇത് കുത്തി ഉടച്ച് ഇതിൽ കൂടെ ചേർക്കണം. അതായത് ഇലയും ഉള്ളിയും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും പച്ചമുളക് കുത്തി ഉടച്ച് ചേർത്തിട്ട് തെൻപാൽ ഒഴിക്കുക. അപ്പോൾ അടിപൊളി സാധനം, പാൽച്ചീര റെഡിയായി. പിന്നെ വേണമെങ്കിൽ കൂട്ടായിട്ട് നമുക്കിതിൽ കൊണ്ടാട്ടം വറുക്കുകയോ പപ്പടം കാച്ചിയൊക്കെ ചെയ്യാം. പപ്പടം പൊട്ടിച്ചിട്ട് വറുത്താലും മതി, നല്ലത് തന്നെയാണ്. പിന്നെ ചമ്മന്തി വേണമെങ്കിൽ അരയ്ക്കാം കേട്ടോ. ഇല്ലെങ്കിൽ സെക്കൻഡ് കറി ആയിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുക. പക്ഷേ വേറെ ഒന്നുമില്ല എങ്കിൽ ഫസ്റ്റ് കറി ആയിട്ട് ഇതുണ്ടാക്കാം. അപ്പോൾ ഇത് ചമ്മന്തിയോ അല്ലെങ്കിൽ അച്ചാർ അങ്ങനെ തൊട്ട് കൂട്ടാനായിട്ട് ഉപയോഗിക്കാം. ഇത് ഒറ്റയ്ക്കായാലും കഴിക്കാം, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ലേശം നോക്കൂ. ഞാൻ പറഞ്ഞില്ലേ, ഇനി നമുക്ക് കുറച്ച് കൊണ്ടാട്ടും പപ്പടമൊക്കെ വറുത്തെടുക്കാം കേട്ടോ. കൊണ്ടാട്ടിരിക്കുന്നുണ്ട്, ചുണ്ടങ്ങി ഉണ്ട്, കയ്പ്പയ്ക്കുണ്ട്, അതൊക്കെ എടുത്ത് വറുക്കാം. പപ്പടം പൊട്ടിച്ച് വറുക്കാം. അടച്ചു വെച്ചോളൂ അത്.